afternoon. Good afternoon. Good afternoon. Please, എല്ലാവരും. എങ്ങനെയുണ്ട്? ചൂട് എങ്ങനെയുണ്ട്? കഴിച്ചു അല്ലേ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് സെക്കൻഡ് ചാപ്റ്റർ ആണ് എടുക്കുന്നത്, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ റിക്രൂട്ട്മെന്റിന്റെ കൺസെപ്റ്റ്, എന്താണ് റിക്രൂട്ട്മെന്റ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. നെക്സ്റ്റ് അതുപോലെ തന്നെ ഡെഫിനേഷൻ, 3 പേര് പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിരുന്നു അല്ലെ? ഓക്കെ, റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ഓർഗനൈസേഷനില് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒഴിവുകളിലേക്ക് വരാനിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ നമ്മൾ തെരഞ്ഞെടുക്കുന്നതിനെയാണ് റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ കണ്ടെത്തുന്നതിനെയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, 3 ഡെഫിനിഷൻ നമ്മൾ നോക്കി. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നോക്കാം. നേച്ചർ ഓഫ് റിക്രൂട്ട്മെന്റ്. എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയായിരുന്നോ? കിട്ടിയോ എല്ലാവർക്കും? ഇല്ല, കുറച്ച് പേർക്ക് കിട്ടാനുണ്ട് അല്ലെ? ഓക്കെ, അപ്പോ നേച്ചർ ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് ഇത് നോക്കാൻ പോകുന്നത്. നേച്ചർ ഓഫ് റിക്രൂട്ട്മെന്റ് ഈസ് ആസ് ഫോളോസ്. ഫസ്റ്റ് വൺ നോക്കിയേ, പോസിറ്റീവ് ഫങ്ഷൻ. സെക്കൻഡ് നേച്ചർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് പെർവാസീവ് ഫങ്ഷൻ. ഫോർത്ത് വൺ ടു-വേ പ്രോസസ്. ഫിഫ്ത് വൺ ലിങ്കിങ് ആക്ടിവിറ്റി. ആൻഡ് സിക്സ് വൺ കോംപ്ലക്സ് ജോബ്. 6 നേച്ചർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതില് ഫസ്റ്റ് വൺ നോക്കാം, പോസിറ്റീവ് ഫങ്ഷൻ. Recruitment is considered to be a positive function as it builds a group of qualified candidates from which the most appropriate candidate can be chosen. എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു പോസിറ്റീവ് ഫങ്ഷൻ ആയിട്ട് നമുക്ക് പറയാം. കാരണം എന്താ, നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് റിക്രൂട്ട്മെന്റിലൂടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, നല്ല സ്കില്ലുള്ള, നോളജ് ഉള്ള ആളുകളെയാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലെ? ഒരു ഓർഗനൈസേഷനില് വാക്കൻസി, ഏതെങ്കിലും വാക്കൻസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ, നോളജ് ഉള്ള, സ്കില്ലുള്ള, ക്യാപ്പബിലിറ്റി ഉള്ള അല്ലെ, ഏത് ജോബിലേക്കാണോ അല്ലെങ്കിൽ ഏത് ജോബാണോ വേക്കൻസി ഉള്ളത്, ഏത് ജോബിലാണോ വേക്കൻസി ഉള്ളത് ആ ജോബിലേക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ റിക്രൂട്ട്മെന്റിലൂടെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ് ഫങ്ഷൻ ആണെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം, കണ്ടിന്യൂസ് പ്രോസസ്. ഇറ്റ് ഈസ് എ മാനേജീരിയൽ ആൻഡ് ഓൺഗോയിങ് പ്രോസസ് as it does not involve a single task but a chain of tasks. എന്താണ് ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓൺഗോയിങ് ടാസ്ക് ആണ് അല്ലെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ഇപ്പൊ ഒരു ഓർഗനൈസേഷനിലേക്ക് വേക്കൻസികൾ, സ്ഥിരമായിട്ട് വേക്കൻസികൾ നമ്മുടെ വേക്കൻസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അത് റിക്രൂട്ട്മെന്റ് ചെയ്തെടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ? ആ വേക്കൻസി ഫില്ല് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു കുറച്ച് നാള് കഴിയുമ്പോഴത്തേനും അവിടെ എന്താണ് ടേൺ ഓവേഴ്സ് ഉണ്ടാവും അല്ലെ? കൊഴിഞ്ഞു പോക്ക്, ആളുകൾ കൊഴിഞ്ഞു പോവാൻ തുടങ്ങും അല്ലെ? പല കാരണങ്ങൾ കൊണ്ട്. ഇപ്പോ എന്താ, ഇപ്പൊ
ഇപ്പൊ കേരളത്തിലൊക്കെ കുട്ടികളില്ല എന്നാ പറയുന്നത്. കാരണം എന്താ, അവര് ജോബ് കാര്യങ്ങളൊക്കെ ഇവിടെ അധികം കിട്ടാത്തത് കൊണ്ട് തന്നെ പുറം രാജ്യങ്ങളിലേക്കാണ് ആളുകൾ പോകുന്നത് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, ഓർഗനൈസേഷനിൽ കുറച്ചു നാള്, അതുപോലെ തന്നെ ഇപ്പോ നമ്മളൊരു ഓർഗനൈസേഷനിൽ ജോലിക്ക് കയറി അതിനുശേഷം കുറച്ചു നാൾ കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും പഠിക്കണം എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകും. അതുപോലെ തന്നെ ഇപ്പോ ലേഡീസ് വുമൻസിനൊക്കെ ആണെങ്കിൽ ഇപ്പൊ മാരേജ് കാര്യങ്ങളൊക്കെ ആവും അല്ലെ. അപ്പൊ അങ്ങനെ മാരേജ് ചെയ്യുമ്പോൾ മറ്റൊരു സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ടേക്കോ ഇങ്ങനെ നമ്മള് മാരേജ് ചെയ്ത് വിടുമ്പോ അപ്പോ ആ ജോലി നിർത്തേണ്ടതായിട്ട് വരും. അങ്ങനെ പല കാരണങ്ങൾ, പല റീസൺസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് എന്താണ്, അവിടെ വേക്കൻസി ഉണ്ടാവും അല്ലെ. അവിടെ വേക്കൻസി ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. ഈ റീസണുകളാലെ, പല കാരണങ്ങളാലെ വേക്കൻസീസ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പൊ അതിങ്ങനെ കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതാണ് കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി എന്താ, പെർവാസീവ് ഫങ്ഷൻ. റിക്രൂട്ട്മെന്റ് ഈസ് ആൻ ആക്ടിവിറ്റി which takes place in every organization. Therefore, it is a dominant function. However, its volume and the nature differs according to the type and the size of the organization. Recruitment എന്ന് പറയുന്നത് എല്ലാ ഓർഗനൈസേഷനിലും നടക്കുന്ന ഒരു പ്രവർത്തനങ്ങളാണ് അല്ലെ, പ്രവർത്തനമാണ് റിക്രൂട്ട്മെന്റ്. വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് നമ്മൾ റിക്രൂട്ട് ചെയ്ത് കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അല്ലെ. ആളുകളെ നമ്മൾ തെരഞ്ഞെടുക്കുന്നുണ്ട് അല്ലെ. ഓരോ ഓർഗനൈസേഷനിൽ നടത്തുന്ന ഒരു ആക്ടിവിറ്റി ആണ് നമുക്ക് പറയാൻ പറ്റും റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രബലമായിട്ട്, ഡോമിനന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രബലമായ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ് എന്ത്, ഈ റിക്രൂട്ട്മെന്റ്. ഒരു ഓർഗനൈസേഷനിൽ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് റിക്രൂട്ട്മെന്റിനെ കാണുന്നത്. ഇനി അതുപോലെ തന്നെ അതിന്റെ വോളിയം, അതിന്റെ അളവ്, അതിന്റെ സ്വഭാവം, തരം, വലിപ്പം ഒക്കെ അനുസരിച്ചിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്തിരിക്കുന്നത് ഓർഗനൈസേഷന്റെ വലിപ്പം, തരം, അതൊക്കെ അനുസരിച്ചിട്ട് അത് വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പൊ സ്മോൾ സ്കെയിൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ എന്താണ്, അവിടെ കുറച്ച് ആളുകളെ അല്ലെങ്കിൽ കുറച്ച് വേക്കൻസീസ് ഫില്ലാക്കാനായിട്ട് ഉണ്ടാക്കുള്ളൂ അല്ലെ. അതുപോലെ തന്നെ ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ കുറെ ആളുകളെ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. കുറെ ആളുകൾ അവിടെ നമ്മള് എന്താണ് റിക്രൂട്ട് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഓരോ ഓർഗനൈസേഷന്റെ സൈസ് ടൈപ്പ് അനുസരിച്ച് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. ഇനി എന്താ, two-way process. It is a two-way process which involves a recruiter and a recruiting. Recruiting ആണ് കേട്ടോ അവിടെ, recruiter and a recruitee. Okay. റിക്രൂട്ടർ ആരാണ്, റിക്രൂട്ടിംഗ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു തരാം. ജസ്റ്റ് ഒന്ന് അവിടെ എഴുതി വെക്കാം. ഓക്കെ, റിക്രൂട്ടി. റിക്രൂട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈഫൺ കൊടുക്കാം, എന്നിട്ട് എഴുതാം റിക്രൂട്ടി. RECRUITE. Recruity is a person who is recruited. റിക്രൂട്ടി എന്ന് പറയുന്നത് എന്താണ്, ഓർഗനൈസേഷനിലേക്ക് പുതിയതായിട്ട് പ്രവേശിക്കുന്ന ഒരു വ്യക്തി, അതായത് കാൻഡിഡേറ്റ്, എംപ്ലോയി അല്ലെ. ഓക്കെ, അപ്പൊ ഓർഗനൈസേഷനിലേക്ക് പുതിയതായിട്ട് പ്രവേശിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമ്മള് റിക്രൂട്ടി എന്ന് പറയുന്നത്. A person who is recruited. ഓക്കെ, ഇനി റിക്രൂട്ടർ ആരാണെന്നുള്ളത് എഴുതാം. റിക്രൂട്ടർ is someone whose job is to find and hire people for a company or organization. ഒന്നുകൂടി വായിക്കാം. Recruiter is someone
recruiter is someone whose job is to find and hire people for a company or organization. എന്താണ് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ആളുകളെ കണ്ടെത്തുകയും നിയമിക്കുകയും ചെയ്യുന്ന ആള് അതിനെയാണ് നമ്മൾ പറയുന്നത് റിക്രൂട്ടർ എന്ന്, അല്ലെ? മാനേജർ ആവാം, അല്ലെ? അവിടെ ഏറ്റവും ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികളാണ്, അല്ലെ? അവരാണ് ഓർഗനൈസേഷനിലേക്ക് ഏറ്റവും ആ വർക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഏത് വേക്കൻസി ആണോ ഫില്ല് ചെയ്യുന്നത് ആ വർക്കിലേക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? റിക്രൂട്ടർ ആണ്. ഒന്നുകൂടി പറയാം, റിക്രൂട്ടർ ഈസ് someone whose job is to find and hire people for a company or organization. Recruiter is someone whose job is to find and hire people for a company or organization. Okay. അപ്പോ നമ്മളിവിടെ പറഞ്ഞു എന്താണ്, ഇതൊരു 2-way പ്രോസസ് ആണെന്ന് പറഞ്ഞു, അല്ലെ? റിക്രൂട്ടറും റിക്രൂട്ടിയും തമ്മിലുള്ള ഒരു 2-way പ്രോസസ് ആണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്, അല്ലെ? റിക്രൂട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ആളെ നമ്മള് അവിടേക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഓക്കെ. Both of them have their own choice. The recruiter. എന്താ മനോഹർ? ക്ലാസ് തുടങ്ങി കേട്ടോ, 1:00 ക്ലാസ് തുടങ്ങി. ഓക്കെ, പറയുന്നത് കേൾക്കാട്ടോ. ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു 2-way പ്രോസസ് ആണെന്ന് പറഞ്ഞു. റിക്രൂട്ടറും റിക്രൂട്ടിയും തമ്മിലുള്ള 2-way പ്രോസസ് ആണ്. Both of them have their own choice. The recruiter can choose whom to select and recruit. The recruiting has the choice to select the organization. Under recruiting, selecting the organization which he wants to work. അതായത് ഇതാണ് രണ്ടു പേർക്കും അവരുടേതായിട്ടുള്ള ചോയ്സ് കാര്യങ്ങളുണ്ട്. റിക്രൂട്ടർക്ക് ആളെ തിരഞ്ഞെടുക്കണം, അല്ലെ? മാനേജർ ആയിരിക്കാം, അല്ലെ? അപ്പൊ ആ വ്യക്തിക്ക് അവരുടെ കമ്പനിയിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടതായിട്ടുള്ള, അവരുടെ കമ്പനി ഏറ്റവും സക്സസിലേക്ക് നയിക്കാൻ വേണ്ടതായിട്ടുള്ള ആളുകളെ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പൊ ഏറ്റവും സ്കില്ലും കാപ്പബിലിറ്റിയും കഴിവുള്ള ആളുകളെ വേണം, അല്ലെ? ക്വാളിറ്റിയുള്ള ആളുകളെ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പൊ മാനേജർക്ക് അവരുടേതായിട്ടുള്ള ചോയ്സ് ഉണ്ട്, കറക്റ്റ് പൊസിഷനിലേക്ക് കറക്റ്റ് ആളുകളെ തിരഞ്ഞെടുക്കാനായിട്ട്. അതുപോലെ തന്നെ റിക്രൂട്ടിംഗും എങ്ങനെയാണ്? അവനും ചോയ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവന് എന്താണ് ഓർഗനൈസേഷനിലേക്ക് ഏത് ജോലി ചെയ്യണം, ഏത് ഓർഗനൈസേഷൻ തിരഞ്ഞെടുക്കണം, അല്ലെ? ഇപ്പോ എന്തെങ്കിലും ഇപ്പോ എന്താ പറയാ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അവര് ചോദിക്കാറുണ്ട് സാലറി എങ്ങനെയാണ്, അല്ലെങ്കിൽ എത്തരത്തിലുള്ള ജോബ് ചെയ്യാനായിട്ടാണ് ഇഷ്ടം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളോട് ചോദിക്കാറുണ്ട്, അല്ലെ? സാലറി കുറവൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് ആ വർക്ക് ചെയ്യാനായിട്ടൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവില്ല, അല്ലെ? ഇഷ്ടപ്പെട്ട് ജോലിക്ക് പോവാൻ നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോൾ കുറവ് സാലറിയാണ് തരുന്നതെങ്കിൽ എന്താണ് നമുക്ക് താല്പര്യമൊന്നും ഉണ്ടാവില്ല അവിടെ പോവാനായിട്ട്, അല്ലെ? അപ്പൊ റിക്രൂട്ടിക്ക് എന്താണ് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവന്റെ ചോയ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഏതൊരു ഓർഗനൈസേഷൻ തിരഞ്ഞെടുക്കാനായിട്ട്, ഏത് ജോലി ചെയ്യണം എന്നുള്ളത് തിരഞ്ഞെടുക്കാനായിട്ട്, ഓർഗനൈസേഷൻ തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു ചോയ്സ് അവനുമുണ്ട്. അതാണ് 2-way പ്രോസസ്സിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ലിങ്കിങ് ആക്ടിവിറ്റി. ഇറ്റ് ബ്രിങ്സ് ടുഗെദർ the employer and the employee and hence is considered to be linking activity. അതായത് എന്താണ് ഒരു ലിങ്കിങ് ആക്ടിവിറ്റി ആണ് അവർ തമ്മിൽ, അല്ലെ? എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ഒരു ലിങ്കിങ് ആക്ടിവിറ്റി ആണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. എംപ്ലോയർ തെരഞ്ഞെടുക്കുന്നു, അല്ലെ? എംപ്ലോയിനെ സ്കില്ലും നോളജും കഴിവുകളും എല്ലാം ഉള്ള ഒരു ക്വാളിറ്റി ഉള്ള, അല്ലെ? നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള ആളെ വേണം നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പൊ ഒരു ലിങ്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോ ലിങ്കിങ് ആക്ടിവിറ്റി ആണ് നമ്മൾ പറയുന്നത്. ഇനി എന്താ കോംപ്ലക്സ് ജോബ്സ്, അതായത് റിക്രൂട്ട്മെന്റ് പ്രോസസ് ഈസ് ദ കോംപ്ലക്സ് ഡ്യൂ ടു ദ ന്യൂമറസ് ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ ലിമിറ്റ് മാനേജേഴ്സ് ഫ്രീഡം. അതായത്
മാനേജ്മെന്റിന്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്ന നിരവധി ഘടകങ്ങൾ കാരണം റിക്രൂട്ട്മെന്റ് പ്രക്രിയ സങ്കീർണമാണെന്ന് പറയുന്നത്. അതായത് ഇപ്പോ മാനേജർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റില്ല, ആളുകളെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഓർഗനൈസേഷനിലേക്ക് ഏതൊരു പ്രവൃത്തിയും അല്ലെങ്കിൽ ഏതൊരു ടാസ്കും ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്ലാൻസ്, എന്താണ് പറയാ, ഗൈഡ് ലൈൻസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. മാനേജറുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഇന്റർവ്യൂ റിക്രൂട്ട്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇതും കൊള്ളാലോ, നമുക്ക് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്കൂൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ മാനേജറുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റില്ല എന്നാ പറയുന്നത്. കാരണം ഓർഗനൈസേഷന് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള പ്ലാനിങ്ങും അതുപോലെ ഗൈഡ് ലൈൻസ്, പ്രൊസീജിയേഴ്സ്, പോളിസീസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതനുസരിച്ചിട്ട് വേണം എന്തിലേക്ക്, ഓർഗനൈസേഷനിലേക്ക് ഒരാളെ റിക്രൂട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കോംപ്ലക്സ് ജോബ് എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ നേച്ചർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 6 പോയിന്റാണ് നമ്മൾ പറഞ്ഞത്. പോസിറ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, കണ്ടിന്യൂസ് പ്രോസസ് ഉണ്ട്, റിവേഴ്സീവ് ഫംഗ്ഷൻ ഉണ്ട്, ടു വേ പ്രോസസ്, ലിങ്കിങ് ആക്ടിവിറ്റി, കോംപ്ലക്സ് ജോബ്സ്. അയച്ചോട്ടോ. ക്യാമറ ഓൺ ആക്കിയവർ ഓഫ് ആക്കി വെക്കുക കേട്ടോ. വായിച്ചു നോക്കാം. നേച്ചർ ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് നമ്മൾ എടുത്തത്. കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കാം. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവര് സ്ക്രീൻ നോക്കി വായിക്കാം കേട്ടോ, കറക്റ്റ് ആയിട്ട്. ക്ലാസ് നിന്നിട്ടില്ല, ഞാൻ വായിച്ചു നോക്കാൻ സമയം തന്നതാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്.
വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മളിപ്പോ നേച്ചർ പഠിച്ചു, ഡെഫിനേഷൻ ഒക്കെ പഠിച്ചു. ഇനി നെക്സ്റ്റ് ആണ് ഒബ്ജക്റ്റീവ് ഓഫ് റിക്രൂട്ട്മെന്റ്. ക്യാമറ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് കൊല്ലഞ്ചേരി ക്യാമറ ഓൺ ആണ്. ഓക്കെ, ഒബ്ജക്റ്റീവ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഏതൊക്കെയാണ് റിക്രൂട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? ബിസിനസ് ഗ്രോത്ത് ഉണ്ട്, filling vacancies posted due to staff turnover, changing job roles, internal promotion, increasing workload. Okay, അപ്പോ ഗ്രോത്ത്, ബിസിനസ് ഗ്രോത്ത് ആണ് ഫസ്റ്റ് പോയിന്റ്. നോക്കാം. Recruitment is unavoidable for the business to grow, since a business which is recruiting indicator its growth also requires skills for the next stage of the business development, and the current skill set required can be attained only by recruiting efficient employees. For example, purchasing and selling on the internet is one of the growth areas that have encouraged the organizations to bring web designers and specialists in information technology, that is e-commerce. അതായത് എന്താണ്, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ബിസിനസ് ഗ്രോത്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു നോക്കാം, അല്ലെങ്കിൽ ഒരു സ്കൂൾ എടുത്തു നോക്കാം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽസ്, അങ്ങനെ പല രീതിയിലുള്ള ഓർഗനൈസേഷൻ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് അല്ലെ. കാരണം എന്താ, റിക്രൂട്ട്മെന്റിലൂടെയാണ് ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത് അല്ലെ. നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് നല്ല സ്കില്ലും ക്വാളിറ്റിയും ക്യാപ്പബിലിറ്റിയും നോളജുമുള്ള ആളുകളെ തിരഞ്ഞെടുക്കാനായിട്ട് റിക്രൂട്ട്മെന്റിലൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോണിക്കലി നമ്മള് ഗുഡ്സ് ആൻഡ് സർവീസ് ബൈ അല്ലെ, പർച്ചേസിംഗ് നടത്തുന്നു, സെല്ലിംഗ് നടത്തുന്നത് അല്ലെ. ഇന്റർനെറ്റിലൂടെ പർച്ചേസിംഗും അതുപോലെ തന്നെ സെല്ലിംഗ് നടത്തുന്നതാണ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ്, നമ്മളൊരു കമ്പനിയിലാണെങ്കിൽ നമ്മുടെ കമ്പനിയിലെ പ്രൊഡക്റ്റ് എന്താണ്, ഇന്റർനെറ്റിലൂടെ ഒരു പ്രൊഡക്റ്റിനെ സെല് ചെയ്യണം അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രൊഡക്റ്റിനെ മറ്റുള്ളവർക്ക് സെല് ചെയ്യണം എന്ന് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന് ഉചിതമായിട്ടുള്ള ആളുകളെ അല്ലെ, സ്പെഷ്യലിസ്റ്റ് ഡിസൈനേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമുണ്ട്. തരത്തിലുള്ള ആളുകളെ നമ്മള് ക്വാളിറ്റിയോട് കൂടിയിട്ട് നല്ല സ്കില്ലുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത്. നമ്മള് ഇന്റർനെറ്റിലൂടെയുള്ള പർച്ചേസിംഗ് ആൻഡ് സെല്ലിംഗ് നടത്തുകയാണെങ്കിൽ ഇതിന് എന്താണ്, നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കണം, നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിൽ സോഷ്യൽ മീഡിയയിലൂടെ അറിയണം. അതിനു വേണ്ടിയിട്ട് അവരെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള സ്കില്ലുള്ള ഡിസൈനേഴ്സ് അവിടെ അത്യാവശ്യമാണ് അല്ലെ, സ്പെഷ്യലിസ്റ്റ് അത്യാവശ്യമാണ്. എന്ത് ചെയ്യുന്നുണ്ട്, അവരെ നമ്മള് റിക്രൂട്ട്മെന്റിലൂടെ തിരഞ്ഞെടുത്ത് അവരിലൂടെ നമ്മുടെ പ്രൊഡക്റ്റ് ആ ഡിസൈനിങ് കാര്യങ്ങൾ അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുത്തുകൊണ്ട് പ്രൊഡക്റ്റ് നല്ല രീതിയിൽ സെല്ലാവാനായിട്ട് സഹായിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് കൊല്ലഞ്ചേരി ഒന്ന് ക്യാമറ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോ ബിസിനസ് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസിന്റെ നല്ലൊരു സക്സസിന് വേണ്ടിയിട്ട് എന്താണ് ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണെന്നാണ് പറയുന്നത്. ഇനി ഫില്ലിംഗ് വാക്കൻസീസ് പോസ്റ്റ് ഡ്യൂ ടു സ്റ്റാഫ് ടേൺഓവർ. എന്താണ് ടേൺ ഓവർ എന്ന് പറഞ്ഞാല്? എന്താ മീനിങ് വരുന്നത് ടേൺ ഓവർ? എന്നായിരിക്കാം ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ?
അറിയില്ല എന്താ മീനിങ് വരാം? ടേൺ ഓവർ. ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോക്ക്, അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. നോക്കാം, എവറി ബിസിനസ് ഫേസ് ഷോർട്ട് ടേൺ ഓവർ അറ്റ് സെയിം പോയിന്റ് ഓഫ് ടൈം. എക്സാമ്പിൾ, chain stores like Sainsbury's and KSDA have ongoing recruitment process for car parking attendants. Check out staff and other staff members. People will have numerous reasons to leave jobs. Example, high studies and need to replace regularly. Hence, to fill in these openings, റിക്രൂട്ട്മെന്റ് ഈസ് റിക്വയർഡ്. അതായത് എന്താണ്, ഏതൊരു സ്ഥാപനവും തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, ഏതൊരു ഓർഗനൈസേഷനും ഫസ്റ്റിലെ നമ്മൾ തുടക്കത്തില് കുഴപ്പമുണ്ടാവില്ല, അത് തുടങ്ങിക്കഴിഞ്ഞ കുറച്ച് നാൾ കഴിയുമ്പോൾ ഏതൊരു ബിസിനസ് സ്ഥാപനവും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? ടേൺ ഓവർ അല്ലെ, സ്റ്റാഫിന്റെ കൊഴിഞ്ഞു പോക്ക് എന്ന് പറയുന്നത് ഇല്ലേ. പല ആളുകളും പല രീതിയിൽ പല റീസൺസാലെ എന്താണ് അവിടെ നിന്ന് അവർ റിസൈൻ ചെയ്യാറുണ്ട് ഇല്ലേ. കൊഴിഞ്ഞു പോക്ക് സംഭവിക്കാറുണ്ട് അല്ലെ. അവിടെ എക്സാമ്പിൾ ജസ്റ്റ് കൊടുത്തിരിക്കുന്നതാണ്. എന്താണ് ഈ ചെയിൻ സ്റ്റോക്സ് ലൈക്ക് Sainsbury's ആൻഡ് ഒരു കമ്പനിയുടെ പേരാണ്. അപ്പൊ അവര് അവിടെ എന്താണ് ഇപ്പോ സ്റ്റാഫ് ടേൺ ഓവർ കൊഴിഞ്ഞു പോക്ക് സംഭവിക്കുമ്പോൾ അവർ ഓൺ ഗോയിങ് പ്രോസസ് ആയിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്നു അല്ലെ. ആ വേക്കൻസിയിലൂടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെ. അങ്ങനെയുള്ള സ്റ്റാഫുകള്, അങ്ങനെ പല മെമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, റീഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് ആ റിക്രൂട്ട്മെന്റിലൂടെ പറയുന്നത്. അപ്പോ ഓരോ ഓർഗനൈസേഷനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചു നാൾ കഴിയുമ്പോഴത്തേനും അത് സ്റ്റാർട്ടപ്പ് ആയി കുറച്ചു നാൾ കഴിയുമ്പോഴത്തേനും എന്താണ് സ്റ്റാഫിന്റെ ടേൺ ഓവർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരിപ്പോ പല റീസൺസ് നമുക്ക് പറഞ്ഞിരുന്നല്ലോ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹയർ സ്റ്റഡീസിന് പോവാ അല്ലെ. ഇപ്പൊ നമ്മുടെ നാട്ടിലെ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ, കുട്ടികളില്ല എന്ന് പറയുന്നത് അല്ലെ. മാരേജ് ഇപ്പൊ ആലോചിക്കുമ്പോൾ അതെ, പെൺകുട്ടികളില്ല, ആൺകുട്ടികൾ പോലും ഇല്ല. എല്ലാവരും എന്താണ് ജോലി, ഹയർ സ്റ്റഡീസിന് പോവാ അല്ലെങ്കിൽ എന്താ ജോലി നേടി പോവാ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലെ. ജോലി ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ സാലറി കുറവ് മൂലം ആളുകള് വേറെ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് അല്ലെ, ഹയർ സ്റ്റഡീസിന് പോവാറുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ പല റീസൺസാല് എന്താണ് ഈ ടേൺ ഓവർ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ഇവരിങ്ങനെ ടേൺ ഓവർ ചെയ്യുമ്പോൾ അല്ലെ, കൊഴിഞ്ഞു പോക്ക് സംഭവിക്കുമ്പോൾ അവരുടെ ആ വേക്കൻസിയിലോട്ട് ആളുകളെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെയും നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള ആളുകളെ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് റിക്രൂട്ട്മെന്റിലൂടെയാണ് നമുക്ക് നടക്കുന്നത്. അതാണ് അവിടെ പറയുന്നത്, ഫില്ലിംഗ് വാക്കൻസീസ് പോസ്റ്റ് ഡ്യൂ ടു സ്റ്റാഫ് ടേൺ ഓവർ. ഇനി എന്താ, ചേഞ്ചിങ് ജോബ് റോൾസ്. ഇൻ ദ പ്രസന്റ് വേൾഡ്, work is changing continuously. The skills this seems to be of value today might turn relevant next year, and a new set of skills will be needed. Thus, new opportunities will continuously emerge, and businesses will keep on റിക്രൂട്ടിംഗ് ന്യൂ എംപ്ലോയീസ്. അതായത് നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ വേൾഡ് നമ്മൾ എന്താണ് നല്ല രീതിയിൽ ഒരു ഡെവലപ്മെന്റ്സുകൾ സംഭവിക്കുന്നുണ്ട് അല്ലെ. പഴയ കാല രീതികളെല്ലാം നമ്മളിപ്പോ ഫോളോ ചെയ്യുന്നത് ഇല്ലേ. പണ്ട് കാലങ്ങളിൽ എന്താണ് കമ്പ്യൂട്ടേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്താണ് ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെന്നാലും നമ്മള് കുറെ കാര്യങ്ങളൊക്കെ അവിടെ റെക്കോർഡ് ചെയ്താ വെക്കുന്നത്, അവർ എഴുതി വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോ പല ഹോസ്പിറ്റലും ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണോ ചെയ്യാറ്? അങ്ങനെയാണോ? എന്തായി, കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് മാറി അല്ലെ, സോഫ്റ്റ്വെയർ സംവിധാനത്തിലോട്ട് വന്നു അല്ലെ. അതാണ് അവിടെ പറയുന്നത്. ഇപ്പോ എന്താണ് എന്താണ് വേൾഡില് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് ഇപ്പോ ഏതൊരു ടെക്നോളജി ആയിട്ടുണ്ടെങ്കിലും ഏതൊരു സർവീസ് ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ടെക്നോളജി നോക്കിക്കഴിഞ്ഞാലും എന്താണ് പഴയ കാല രീതികളെല്ലാം നമ്മളിപ്പോ ഫോളോ ചെയ്യുന്നത്. അതിനകത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. അപ്പോ പണ്ട് കാലങ്ങളില് ആളുകൾക്ക് കമ്പ്യൂട്ടേഴ്സ് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഓർഗനൈസേഷനിലൊക്കെ ആളുകൾ എന്താണ് ഇങ്ങനെ എഴുതി കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ ഫോളോ ചെയ്തിരുന്നത്. ഇപ്പോഴുള്ള
സ്ഥാപനങ്ങളിലൊക്കെ എന്താണ് കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ഇന്നോവേഷൻസുകൾ, പുതിയ പുതിയ ടെക്നോളജീസ് ഒക്കെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ആളുകൾക്ക് ഇപ്പോ ഓരോ കാര്യങ്ങളും പുതിയ പുതിയ ടെക്നോളജീസ് വരുന്നത് കൊണ്ട് തന്നെ ആളുകൾക്ക് അതിനുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. ഓർഗനൈസേഷനിൽ ഇപ്പോ ഏതൊരു സ്ഥാപനത്തിലായാലും, ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോ സ്കൂളുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ പ്രസന്റ് വേൾഡിൽ എന്ത് ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത് അതിനെ അവരെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള ട്രെയിനിങ്ങുകളാണ് കൊടുക്കുന്നത്. ഇപ്പൊ കമ്പ്യൂട്ടേഴ്സ്, എക്സാമ്പിൾ എടുക്കാം, കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടർ അറിയാത്ത വ്യക്തിക്ക് അധികം പരിചയങ്ങളൊന്നും ഇല്ല അത് യൂസ് ചെയ്തിട്ട്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് അവര് ട്രെയിനിങ്ങുകളും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് അവരുടെ സ്കില്ല്, എംപ്ലോയീസിന്റെ സ്കില്ല് ഡെവലപ്പ് ആക്കി എടുക്കുന്നുണ്ട് അല്ലെ. അവർ പറയുന്നത് ആ കാര്യങ്ങളൊന്നും അറിയാത്ത വ്യക്തികളാണ് എംപ്ലോയീസ് എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രാക്ടീസുകളും ട്രെയിനിങ്ങുകളും കൊടുത്തുകൊണ്ട് അതില് അവരെ എക്സലന്റ് ആക്കി എടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതാണ് ചേഞ്ച് ഇൻ ജോബ് റോൾസ്. നമ്മുടെ പ്രസന്റ് വേൾഡിൽ എന്താണ് നല്ല രീതിയിലുള്ള ചേഞ്ചസുകൾ സംഭവിക്കുന്നുണ്ട്. ആ ചേഞ്ചസുകളിലൂടെ തന്നെ ആളുകളെ നല്ല രീതിയിൽ ട്രെയിനിങ്ങുകൾ കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് ഡെവലപ്പ് ആക്കി എടുക്കുകയാണ് റിക്രൂട്ട്മെന്റിലൂടെ. നമ്മൾ എടുത്തുകൊണ്ട് ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങുകളും പ്രാക്ടീസുകളും ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇന്റേണൽ പ്രമോഷൻ. Organizations practice motivating their employees to go for more challenging and high-paid jobs within the organization. Those who succeed in advancing through the hierarchy must be replaced by new employees. അതുപോലെ തന്നെ ഇന്റേണൽ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റേണൽ, അത് ഓർത്ത് വെച്ച് കണ്ടു ചെയ്യാട്ടോ, അറിയാവുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക്. എന്താണ് ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പ്രൊമോഷനുകൾ കൊടുക്കും അല്ലെ. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവിടെ ബിഎഡ് നെറ്റ് ഒക്കെ കിട്ടിയ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി പക്ഷെ ഓഫീസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഓഫീസ് സ്റ്റാഫ് ആയിരുന്നു. അതിനുശേഷം കുറെ നാൾ കഴിഞ്ഞു വേക്കൻസീസ്, ടീച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നു. നമ്മൾ പറഞ്ഞു പൊഴിഞ്ഞു പോകുന്ന കാലത്ത് ആ ചേച്ചിയെ എന്ത് ചെയ്തു? ടീച്ചറായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തു. കാരണം എന്താ? അവർക്ക് അതിനുള്ള ക്വാളിഫിക്കേഷനും സ്കില്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ വേക്കൻസീസ് ഫില്ലായപ്പോ ആ ചേച്ചിയെ ഓഫീസ് സ്റ്റാഫ് ആയിട്ടാണ് നിയമിച്ചത്. പിന്നീട് എന്ത് ചെയ്തു? ടീച്ചറായിട്ട് പ്രമോഷൻ, ഇന്റേണൽ പ്രമോഷൻ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രമോഷൻ ഇപ്പൊ ഓർഗനൈസേഷനിലാണെങ്കിലും എന്തായിരുന്നു? ആദ്യം ലോവർ ലെവൽ എംപ്ലോയി ആയിട്ടായിരിക്കും ആദ്യം അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. പിന്നീട് എന്തായിരിക്കും? നല്ല രീതിയിലേക്ക് അല്ലെ, മുകളിലേക്ക്, അവരുടെ തൊട്ട് മുകളിലേക്ക് പ്രമോഷൻ കൊടുക്കും അല്ലെ. ഇപ്പൊ മാനേജർ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിട്ട് അങ്ങനെ പ്രമോഷനുകൾ അവർക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ഇൻക്രീസിങ് വർക്ക് ലോഡ്. ഓക്കെ, പ്രമോഷൻ മനസ്സിലായില്ലേ? ഇനി നമുക്ക് നോക്കാം ഇൻക്രീസിങ് വർക്ക് ലോഡ്. When the amount of work increases, the business requires more employees and so also those who are more skilled. Current employees can be encouraged to develop new skills through training, which will be a benefit for their career advancement. Increase their loyalty towards the organization by promoting them to stay with the organization for a longer duration and fill the skill gap. Employee referral scheme also goes to be beneficial for the employees, because the employee can refer friends, relatives, and formally processing the skills desired for the post and earn incentive. അതായത് ഇപ്പൊ ഓർഗനൈസേഷനിൽ കൂടുതലും വർക്ക് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ പലരും നമ്മുടെ കൂട്ടുകാരായാലും നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ഒക്കെ പറയാറുണ്ട് അല്ലെ, ഇപ്പോ ഭയങ്കര ജോലിയാണ്, വർക്ക് ലോഡാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നല്ലേ. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭയങ്കര വർക്ക് ലോഡാണ്. അപ്പൊ മോർ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് അവിടെ ആവശ്യമാണ് അല്ലെ. ഒരു ഓർഗനൈസേഷനിൽ കൂടുതലും വർക്ക് ലോഡാണെങ്കിൽ നല്ല രീതിയിൽ സ്കില്ലുള്ള മോർ സ്കില്ലുള്ള ആളുകളെ അവിടെ അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷന്റെ ഉള്ളില് അങ്ങനെയുള്ള എംപ്ലോയീസ് ഒക്കെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ സ്കില്ല്,
അവരുടെ നോളജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ട്രെയിനിങ്ങുകൾ കൊടുത്തുകൊണ്ട് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് നല്ല രീതിയിലുള്ള സ്കില്ലുള്ള രീതിയിലേക്ക് അവരെ കൊണ്ടുവരുന്നത്. അവരുടെ സ്കില്ലും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആയിട്ട് അവരുടെ കരിയർ ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ടാണ്. അതുപോലെ തന്നെ ഇപ്പൊ കുറെ നാൾ അവരെ സ്കില്ലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിലനിർത്താം, പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവരുടെ സ്കില്ല് വർദ്ധിപ്പിക്കാനായിട്ടും നോളജ് വർദ്ധിപ്പിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ അവിടെ ഒഴിഞ്ഞു പോകാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ആളുകൾ അവിടെ തന്നെ ആ ഓർഗനൈസേഷൻ നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനിയും പിന്നെ ഈ വർക്ക് ലോഡ് നമ്മൾ പറഞ്ഞല്ലോ, വർക്ക് ലോഡ് ഓർഗനൈസേഷൻ ഓൾറെഡി ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. എന്നിരുന്നാൽ കൂടിയും വർക്ക് ലോഡിന്റെ ഒരു ഓവർലോഡ് കാരണം ഇനിയും ആളുകളെ അത്യാവശ്യമാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ആളുകളോട് ചോദിച്ച് നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ, ഇന്നത് പഠിച്ച ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഈ ജോലി ചെയ്യാൻ പറ്റിയ ആരെങ്കിലും നിങ്ങളുടെ റിലേറ്റീവ്സിലുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. അപ്പൊ അവരെന്ത് ചെയ്യും, റിലേറ്റീവ്സിനെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയോ നൈബേഴ്സിനെയോ അവരൊക്കെ പറഞ്ഞു കൊടുക്കും, ഇന്ന ആളുകൾ ഇന്നത് പഠിച്ചിട്ടുണ്ട്, നമുക്ക് അറിയാവുന്നതാണ്, നല്ല കുട്ടിയാണ്, നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആയിട്ട് നമുക്ക് സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ നമ്മൾ റഫർ ചെയ്ത് കൊടുക്കാറുണ്ട്. എംപ്ലോയീസ് തന്നെ ഓർഗനൈസേഷനിലേക്ക് വേണ്ട ആളുകളെ റഫർ ചെയ്ത് അവരുടെ ഫാമിലീസ്, കസിൻസോ റിലേറ്റീവ്സോ നൈബേഴ്സോ അവരുടെ ഫ്രണ്ട്സോ അങ്ങനെയായിട്ട് അവര് തന്നെ റഫർ ചെയ്ത് വേണ്ട ആളുകളെ റഫർ ചെയ്ത് കൊടുക്കുന്നത് വർക്ക് കാരണം. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇൻക്രീസിംഗ് വർക്ക് ലോഡിൽ പറഞ്ഞത്. നമ്മൾ പഠിച്ചത് എന്താണ്, ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. ഇതൊക്കെയായിരുന്നു ബിസിനസ് ഗ്രോത്ത് ഉണ്ട്, ഫില്ലിംഗ് വാക്കൻസീസ് പോസ്റ്റ് ഡ്യൂ ടു സ്റ്റാഫ് ടേൺഓവർ, ചേഞ്ചിങ് ജോബ് റോൾസ്, ഇന്റേണൽ പ്രൊമോഷൻ, ഇൻക്രീസിംഗ് വർക്ക്. മനസ്സിൽ നോക്കാം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരാണെങ്കിൽ സ്ക്രീനിൽ നോക്കി വായിക്കാം. വായിച്ചു കഴിയുമ്പോൾ മിസ്സിനോട് പറഞ്ഞാൽ മതി, നെക്സ്റ്റ് പോയിന്റ് മിസ് ചേഞ്ച് ചെയ്തു തരാം കേട്ടോ.
Okay, what's ചെയ്യുന്നു? Okay. Next point. Okay. വെച്ചോട്ടോ. ഫിനിഷ് ആയോ? ഓക്കെ. ആർക്കെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചേഞ്ച് ചെയ്തത് കേട്ടോ. മുകളിലത്തെ പോയിന്റ് ആണോ കാണിക്കേണ്ടത്? രണ്ട് പോയിന്റ് വായിച്ചു കഴിഞ്ഞോ? ഓക്കെ. 3 to 5. ഫിനിഷ് ആയോ? നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഇനി നമ്മൾ പഠിക്കുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് റിക്രൂട്ട്മെന്റ്. ഓക്കെ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് റിക്രൂട്ട്മെന്റ് രണ്ട് കാര്യങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. റിക്രൂട്ട്മെന്റ് ഈസ് മെയിൻലി എഫക്റ്റഡ് ബൈ ഫോളോയിങ് ടു ഫാക്ടേഴ്സ്. ഓക്കെ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ് ഏതൊക്കെയാണെന്ന് നോക്കി. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്താണെന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദീസ് ഫാക്ടർ ആൻഡ് ഓർ ഫോഴ്സ് ആർ ദോസ് ഫാക്ടേഴ്സ് which cannot be controlled by the organization. A variety of external factors which affect recruitment are as follows. അപ്പം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനിക്ക് പുറത്തുള്ള ഫാക്ടേഴ്സ്. അതായത് കമ്പനിയെ അല്ലെങ്കിൽ ഓർഗനൈസേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, cannot be controlled by organization, അല്ലെ? എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയെ കൺട്രോൾ ചെയ്യാത്ത ഫാക്ടേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? സപ്ലൈ ആൻഡ് ഡിമാൻഡ് നോക്കാം. സപ്ലൈ ആൻഡ് ഡിമാൻഡ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിലെ ഫസ്റ്റ് പോയിന്റ് ആണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. A significant factor in the recruitment process is the manpower supply for inside and outside the organization. If demand of the professionals in the company is small and the supply of professionals in the market is low,
then the company will have to rely on internal resources by training and developing employees. അതായത് ഈ ഓർഗനൈസേഷന് ഉള്ളില് അല്ലെങ്കിൽ ഓർഗനൈസേഷനിലേക്ക് നമുക്ക് കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോളജ് ഉള്ള ആളുകളെ ആവശ്യമായിട്ട് വേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ ആളുകൾ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കമ്പനി പുറത്ത് നിന്ന് നോക്കുക അല്ലെ, പുറത്ത് നിന്നുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്ത് കമ്പനിയിലേക്ക് എടുക്കാനായിട്ട് നമ്മൾ നോക്കും. പക്ഷേ കമ്പനിക്ക് പുറത്ത് അത്തരത്തിലുള്ള ക്വാളിറ്റി ഉള്ള ആളുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനിയുടെ ഉള്ളിലുള്ള ആളുകളെ വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസുകളും ട്രെയിനിങ്ങുകളും കൊടുക്കുന്നുണ്ട്, മോർ സ്കിൽഡ് ലേബേഴ്സ് ആക്കി മാറ്റുന്നു. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞാല് കമ്പനിക്കുള്ളിൽ, അതാണ് അതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് കമ്പനിയിലേക്ക് കൂടുതൽ ആളുകളെ അത്യാവശ്യമായിട്ട് വരുന്ന ഘട്ടങ്ങളിൽ നമ്മൾ റിക്രൂട്ട് ചെയ്താണ് എടുക്കുന്നത്. അങ്ങനെ റിക്രൂട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു രീതിക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിലേക്ക് ആവശ്യത്തിനുള്ള സ്കിൽഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ആളുകളെ കിട്ടാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നത് കമ്പനിക്കുള്ളിലുള്ള ആളുകളെ വെച്ച് തന്നെ ആ വേക്കൻസി നമ്മൾ ഫിൽ ചെയ്യും. കാരണം എന്താണ്? അത് നല്ല രീതിയിലേക്ക് അവർക്ക് ട്രെയിനിങ്ങുകൾ കൊടുത്തുകൊണ്ട് പ്രാക്ടീസുകൾ കൊടുത്തുകൊണ്ട് അവരെ മോർ സ്കിൽഡ് ലേബേഴ്സ് ആക്കി മാറ്റുന്നു. നെക്സ്റ്റ് ആണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. ഗ്രോത്ത് ഓഫ് ദി economy is another factor that affects the availability of applicants. Lack of job is the company and surplus labor in the market can give rise to a situation of unemployment. അതായത് കമ്പനിക്ക് ജോലി കുറവാണെങ്കിലും എന്താണ് കമ്പനിയിൽ ജോലി കുറവാണെന്ന് വിചാരിക്കുക. പല ആളുകളും പറയാറുണ്ട് ഇപ്പൊ വർക്ക് കുറവാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പറയാറുണ്ട് അല്ലെ. കമ്പനിയിൽ ജോലി കുറവാണ്, പക്ഷെ കമ്പനിക്ക് പുറത്ത് അത്തരത്തില് നല്ല രീതിയിൽ സ്കില്ലുകളുള്ള ആളുകൾ പുറത്ത് ലേബർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് കമ്പനിക്ക് പുറത്ത് എന്താണ് നല്ല രീതിയിലുള്ള സ്കില്ലുകളുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെ. അപ്പൊ അവിടെ എന്താണ് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കില്ലുള്ള നോളജ് ഉള്ള ആളുകൾ കമ്പനിക്ക് പുറത്തുണ്ട്. പക്ഷെ കമ്പനിയിൽ എന്താണ് ജോലി കുറവാണ്. പക്ഷെ അപ്പൊ കമ്പനിയിലേക്ക് എടുക്കാൻ പറ്റുമോ? ജോലി കുറവായി കഴിഞ്ഞിട്ട് എന്താണ് പുറത്തുള്ള ആളുകളെ കൂടി നമ്മൾ സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാല് കമ്പനിക്ക് എന്ത് വരും? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ വരാ? എന്താ സംഭവിക്കുക? പ്രോഫിറ്റ് ഉണ്ടാവോ? ഓൾറെഡി കമ്പനിയിൽ ജോലി കുറവാണ്. കമ്പനിക്ക് പുറത്ത് നല്ല സ്കില്ലും നോളജ് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ റിക്രൂട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടാവുക? എന്തായിരിക്കും? ലോസ് ഉണ്ടാവും ഇല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓൾറെഡി കമ്പനിയിലെ ജോലി കുറവാണ് അല്ലെ, അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യില്ല. പക്ഷെ എന്താണ് അവിടെ സ്കില്ലും നോളജും ഉള്ള ആളുകൾ അവിടെ ഉണ്ട്, കമ്പനിക്ക് പുറത്തുണ്ട്. അപ്പൊ എന്താണ് അവിടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇൻക്രീസ് ആവും ഇല്ലേ? അൺഎംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മ അല്ലെ, അതാണ് നമ്മുടെ ഇപ്പൊ നാട്ടിൽ നടക്കുന്ന ഒരു അല്ലെ. ഓക്കെ, സിറ്റുവേഷൻ ആണ്. ഇനി എന്താ? ലേബർ മാർക്കറ്റ് എംപ്ലോയ്മെന്റ് കണ്ടീഷൻസ് ഇൻ ദ ഏരിയ where the organization is situated affect the recruiting activities of the organization. Ordinary attempts like displaying job vacancies on notice board or announcements in the official meeting extra will attract more candidates than needed at time of recruitment. അതായത് ഇപ്പോ ഈ ഓർഗനൈസേഷനിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലെ തൊഴിൽ സാഹചര്യങ്ങൾ അതുപോലെ തന്നെ സംഘടനാ റിക്രൂട്ട്മെന്റ് പ്രവർത്തനങ്ങളൊക്കെ ബാധിക്കുന്നുണ്ട്. നോട്ടീസ് ബോർഡുകളിലോ അല്ലെങ്കിൽ ഔദ്യോഗിക മീറ്റിങ്ങുകളിലോ അറിയിപ്പുകളിലോ ജോലി ഒഴിവുകളോ പ്രദർശിപ്പിക്കുന്നത് പോലെയുള്ള സാധാരണ ശ്രമങ്ങൾ റിക്രൂട്ട്മെന്റ് സമയത്ത് ആവശ്യത്തിലധികം ഉദ്യോഗാർത്ഥികളെ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനെ ആകർഷിക്കാൻ ഇടവരുന്നുണ്ട്. അതായത് എന്താണ്? ഇപ്പോ ഈ മാനേജ്മെന്റ് ഓർഗനൈസേഷൻസ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ എന്താണ് ഈ പള്ളി സ്കൂളിലൊക്കെ കേട്ടിട്ടില്ലേ? പള്ളികൾക്കൊക്കെ മാനേജ്മെന്റ് വഴി സ്കൂൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ഓർഗനൈസേഷനും അങ്ങനെ തന്നെയാണല്ലോ. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്.
അങ്ങനെ ഇപ്പൊ ഈ ടൈമിലൊക്കെ ഈ മാർച്ച് ഏപ്രിൽ ആ കാലഘട്ടങ്ങളിലൊക്കെ വാക്കൻസീസ് ഈ റിട്ടയർമെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പല വാക്കൻസീസും അല്ലെ വാക്കൻസീസ് ഉണ്ടാവാറുണ്ട് സ്കൂളുകളിലൊക്കെ. അപ്പൊ അവരെന്ത് ചെയ്യും, മീറ്റിങ്ങുകളൊക്കെ കൂടിയിട്ട് എത്ര വാക്കൻസീസ് ആണ്, ഏതൊക്കെ ടീച്ചേഴ്സിന് ആവശ്യമായിട്ട് വേണ്ടതുണ്ട്, UP-യിലേക്ക് എത്ര ടീച്ചറാണ്, ഹൈസ്കൂളിലേക്ക് എത്ര ടീച്ചറാണ്, ഹയർ സെക്കൻഡറിയിലേക്ക് എത്ര ടീച്ചറാണ് എന്നുള്ളതൊക്കെ അവർ നോക്കി മീറ്റിംഗൊക്കെ കൂടി അത് കാര്യങ്ങളൊക്കെ പറയും. പിന്നീട് എന്താണ് ഈ ഞങ്ങൾക്കൊക്കെ ഉണ്ട് കുർബാനയ്ക്ക് ശേഷം അച്ഛന്മാർ എന്ത് ചെയ്യും, ഇന്ന രൂപതയുടെ കീഴിലുള്ള പള്ളികളൊക്കെ ആണെങ്കിൽ ഇത്ര കോട്ടപ്പുറം രൂപത, ഞങ്ങളുടെ പറവൂരടുത്താണെങ്കിൽ കോട്ടപ്പുറം രൂപതയാണ്, അപ്പൊ അവിടെ ഈ പള്ളിയിൽ ഇന്ന വാക്കൻസി ഉണ്ട്, അപ്പൊ എന്താ ഹിന്ദി ടീച്ചർക്ക് ഒരു വാക്കൻസി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മാത്സ് ടീച്ചർക്ക് ഒരു വാക്കൻസി എന്നൊക്കെ കുർബാനയ്ക്ക് ശേഷം അച്ഛന്മാരും വിളിച്ചു പറയും. അപ്പൊ എന്താണ്, അതൊക്കെ ഒരു അനൗൺസ്മെന്റ് ആണല്ലേ, ഈ കാൻഡിഡേറ്റിനെ അറിയിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആളുകൾ അറിയിക്കുന്നുണ്ട്, ഇന്ന വേക്കൻസി ഉണ്ട്, ഇത്ര ടീച്ചറെ വേണം, ഇന്ന വേക്കൻസി ആണ്, സയൻസ് ടീച്ചറാണ് അല്ലെങ്കിൽ മാത്സ് ടീച്ചറാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ കൊമേഴ്സ് ടീച്ചറിന് ആവശ്യമാണ് എന്നുള്ളതൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യും, വാട്സപ്പ് ഗ്രൂപ്പില് സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലൊക്കെ അല്ലെ, സോഷ്യൽ മീഡിയാസ് വെച്ചിട്ട് അങ്ങനെ അഡ്വർടൈസ്മെന്റ് കൊടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതൊക്കെയാണ് ലേബർ മാർക്കറ്റിൽ പറയുന്നത്. അപ്പൊ അവര് നോട്ടീസ് ബോർഡുകളിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അനൗൺസ്മെന്റുകളൊക്കെ നടത്തിയിട്ട് വാക്കൻസീസ് ഫില്ല് ചെയ്യുന്നതിനെയാണ് ലേബർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റിക്രൂട്ട്മെന്റ് വഴി ആളുകളെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്തെടുക്കും. ഇനി ഇമേജ് ഓർ ഗുഡ്വിൽ, എംപ്ലോയേഴ്സ് ഇമേജ് ക്യാൻ ഓൾസോ a barrier for recruitment. The activities of an organization are basic for building organizational image. It become easier to attract and retain employees for organization if it has a positive image and goodwill as an employer than for organization with a negative image. അതായത് എന്താണ്, നല്ലൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ നല്ല ഇമേജ്, ഇപ്പൊ ഒരു സ്കൂളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള ഇമേജ് ഉള്ള സ്കൂള്, നല്ല പേരെടുത്ത സ്കൂളൊക്കെ ആണെങ്കിൽ അവിടേക്ക് ടീച്ചറായിട്ട് പോകാനായിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ, ഇല്ലേ, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പൊ അതുപോലെ തന്നെയാണ് നല്ലൊരു ഇമേജ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടേക്ക് കുറെ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി അതർവൈസ് ആണെങ്കിലോ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ അല്ലെ, നല്ലൊരു ഇമേജ് ഇല്ല, അധികം നല്ല രീതിയിൽ പോകുന്ന സ്കൂളല്ല അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അല്ല എന്നുണ്ടെങ്കിൽ ആളുകൾക്ക് അവിടേക്ക് പോകാനായിട്ട് താല്പര്യം കുറവായിരിക്കും. നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ, നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് അവർ പോകില്ല. നെഗറ്റീവ് ഇമേജ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അധികം ആളുകൾ അവിടേക്ക് പോകുന്നു. ഇനി എന്താ, പൊളിറ്റിക്കൽ സോഷ്യൽ ലീഗൽ എൻവയോൺമെന്റ്. Recruitment practice are directly influenced by various government regulations which keep out favoritism in hiring and employment. For example, legislation for reservation in employment for scheduled caste, scheduled tribes, physical handicapped, etc. have been introduced by the government of India. In addition, trade unions play the prominent position in recruitment. This hampers the management's freedom to choose the prospective candidate. Recruitment source can be limited by unions regulations if the candidate does not fulfill the criteria set by the union. അതായത് ഈ PSC വഴി ആളുകളെയൊക്കെ നിയമിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇപ്പോ യൂണിയൻസ് വഴിയും ആളുകളെ നിയമിക്കുന്നുണ്ട് അല്ലെ. ഓരോ ഓർഗനൈസേഷനിലേക്ക് PSC വഴി ആയാലും അതുപോലെ തന്നെ ഈ യൂണിയൻ വഴിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റ് രീതിയിലൊക്കെ ആളുകളെ നിയമിക്കുമ്പോൾ അവർക്കൊരു ഇത്ര % ഓഫ് എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ ടീച്ചേഴ്സിനൊക്കെ ആയാലും 60 ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്രയും ലക്ഷങ്ങള് മാനേജ്മെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പോസ്റ്റിലോട്ട് കയറാൻ പറ്റുള്ളൂ, ഇല്ലേ. ഓക്കെ, ഇനി അങ്ങനെ യൂണിയൻ വഴി യൂണിയൻ ഒരു എമൗണ്ട് പറയും, ആ എമൗണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, നമുക്ക് കയറുന്നില്ല, ആ പോസ്റ്റിലേക്ക് നമ്മൾ കയറുന്നില്ല എങ്കിൽ ഈ കമ്പനിക്ക് എന്താണ് അവരുടേതായിട്ടുള്ള രീതിയിൽ മാനദണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഈ കമ്പനിക്ക് ആളുകളെ സെലക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്.
ആദ്യം കമ്പനിക്ക് അങ്ങനെ ഇപ്പോ PSC വഴി നമുക്ക് ഗവൺമെന്റിനെ റിക്രൂട്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ യൂണിയൻ വഴി നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റും ആളുകളെ. അപ്പോ ഇവരുടെ രണ്ടുപേരുടെയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കമ്പനിക്ക് കമ്പനിയുടേതായിട്ടുള്ള രീതിയിൽ പോളിസീസും പ്രൊസീജിയേഴ്സ് ഒക്കെ വെച്ചിട്ട് നിയമിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ യൂണിയൻ വഴി തീർന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, കമ്പനിക്ക് കമ്പനിയുടേതായിട്ടുള്ള രീതിയിൽ പോളിസീസും പ്രൊസീജിയേഴ്സും ഗൈഡ് ലൈൻസും അനുസരിച്ച് ആളുകളെ റിക്രൂട്ട് ചെയ്തെടുക്കാനായിട്ടുള്ള ഫ്രീഡം കമ്പനിക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. Competitors. The recruitment function is also influenced by the recruitment policies of the competitors. Generally, organizations change their recruitment policies to match up with the competitors' policies so that they can compete in the market. അതായത് ഈ നമ്മൾ ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ്, ഈ തിരഞ്ഞെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റിക്രൂട്ട്മെന്റ് പോളിസീസ്, ആ റിക്രൂട്ട്മെന്റ് പോളിസിയിൽ മാറ്റങ്ങൾ, ചേഞ്ചസുകൾ സംഭവിക്കാം. ചേഞ്ചസുകൾ വരാം അല്ലെ, എപ്പോഴും ഒരേ രീതിയിലുള്ള പോളിസീസും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ല, മാറ്റങ്ങൾ സംഭവിക്കാം. അങ്ങനെ മാറ്റങ്ങൾ വരുമ്പോ റിക്രൂട്ട്മെന്റ് പോളിസിയിൽ ചേഞ്ചസുകൾ വരുമ്പോ ആ ചേഞ്ചസുകൾ അനുസരിച്ചിട്ട് നമുക്ക് എന്താണ്, പുറത്തുനിന്ന് കമ്പനിക്ക് പുറത്തുനിന്ന് ആളുകളെ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ പല കമ്പനീസിനും എന്താണ്, ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻ ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റൽ, A എന്ന ഹോസ്പിറ്റലും B എന്ന ഹോസ്പിറ്റലും ഉണ്ടെങ്കിൽ എന്താണ്, അവർക്ക് ആ റിക്രൂട്ട്മെന്റ് പോളിസിയിലെ ചേഞ്ചുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് മാത്രമാണ് അവർക്ക് റിക്രൂട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. ആ ഹോസ്പിറ്റലിൽ പുറത്തു നിന്ന ആളുകളെ, ക്വാളിറ്റിയുള്ള ആളുകളെ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എന്താണ്, ആ A ഹോസ്പിറ്റലും B ഹോസ്പിറ്റലും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. എന്താണ്, A ഹോസ്പിറ്റലിനാണെങ്കിൽ അവർക്ക് ഇഷ്ടം എന്താണ്, ക്വാളിറ്റിയുള്ള എംപ്ലോയീസിനെ കിട്ടണം എന്നുള്ളത്. ഈ ഹോസ്പിറ്റലാണെങ്കിലും ക്വാളിറ്റിയുള്ള എംപ്ലോയീസിനെ കിട്ടണം എന്നുള്ളതാണ് അവന്റെയും ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ അവര് തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടാകും എന്നാണ് പറയുന്നത്. റിക്രൂട്ട്മെന്റ് പോളിസിയിൽ ചേഞ്ചസുകൾ വരുമ്പോൾ ആളുകളെ തിരഞ്ഞെടുക്കാനായിട്ട് ഓർഗനൈസേഷനുകൾ തമ്മിലൊരു കോമ്പറ്റീഷൻ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇന്റേണൽ ഫാക്ടേഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വായിച്ചു നോക്കിയേ. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പറഞ്ഞത് സപ്ലൈ ആൻഡ് ഡിമാൻഡ്, അതുപോലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, ലേബർ മാർക്കറ്റ്, ഇമേജ് ഓർ ഗുഡ്വിൽ, പൊളിറ്റിക്കൽ സോഷ്യൽ ലീഗൽ എൻവയോൺമെന്റ്, കോമ്പറ്റീറ്റേഴ്സ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.